തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ മാസ്റ്റർ പ്ലാനുമായി സർക്കാർ. ജലസേചന വകുപ്പിന് കീഴിലുള്ള തോടുകളുടെ മാലിന്യം നീക്കി നീരൊഴുക്ക് സുഗമമാക്കും. റെയിൽവേയുടെ മേഖലയിലുള്ള മാലിന്യം നീക്കാൻ ചീഫ് സെക്രട്ടറി ചർച്ച നടത്തും. ഇന്നലെ ജലവിഭവ വകുപ്പ് മന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് മേഘന മുരളി തിരുവനന്തപുരത്ത്. മേഘന, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ തലസ്ഥാനത്തെ ഈ വെള്ളക്കെട്ട്, അത് ആസൂത്രണത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, മാലിന്യം കുന്നുകൂടുന്നതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് അതിനൊരു പരിഹാരം കാണുക? തിരുവനന്തപുരം നഗരത്തിൽ 1 മണിക്കൂർ അടുപ്പിച്ച് മഴ പെയ്തതേയുള്ളൂ. ആ സമയത്ത് തന്നെ വെള്ളക്കെട്ടാകുന്ന ഒരു സാഹചര്യം, നഗരം മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതും തലസ്ഥാനത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഭാഗത്താണ് ഇത്തരത്തിൽ മണിക്കൂറുകളോളം വെള്ളം കെട്ടി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിലാണ് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുന്നത്. മന്ത്രിയായിട്ടുള്ള ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അതിലാണ് സുപ്രധാനമായ തീരുമാനം. യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് നഗരത്തിലെ ഈ ഒരു വെള്ളക്കെട്ടിന്റെ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതാണ് സർക്കാർ തീരുമാനം. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് വൈകിയുള്ള ഒരു തീരുമാനം എന്ന് പറയേണ്ടി വരും. കാരണം കാലവർഷം അടുത്തെത്തുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ കാലവർഷം എത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു മാസ്റ്റർ പ്ലാനുമായി സർക്കാർ വരുന്നത് എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സമയമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ള വിമർശനമൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഒരു മാസ്റ്റർ പ്ലാനുമായി വരികയും ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആമയിഴഞ്ചാൻ തോടിലെയും അതുപോലെ തന്നെ പഴവങ്ങാടി തോടിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. അതുപോലെ തന്നെ ഈ പഴവങ്ങാടി തോടിന്റെ വീതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. റെയിൽവേയുടെ ചില പ്രവർത്തികളാണ് ഈ പഴവങ്ങാടി തോടിന്റെ വീതി കുറയ്ക്കാനുള്ള കാരണമെന്നുള്ളതാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നിക്ഷേപം, അത് റെയിൽവേയുടെ ഒരു പങ്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളതും കണ്ടെത്തുമെന്നുള്ളതാണ് ഇന്നലെ ചേർന്ന ഒരു ഉന്നതതല യോഗത്തിൽ ചർച്ചയാകുന്നത്. അതുപോലെ തന്നെ ഈ ജലസേചന വകുപ്പിന് കീഴിലുള്ള തോടുകളുടെ മാലിന്യം നീക്കി നീരൊഴുക്ക് സുഗമമാക്കാനുള്ള പ്രവർത്തികൾ ഉണ്ടാകും. അതുപോലെ റെയിൽവേയുടെ മേഖലയിലുള്ള മാലിന്യം നീക്കാനായി ചീഫ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത് റെയിൽവേ ഉദ്യോഗസ്ഥരെ അതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ഇന്നലത്തെ ഉന്നതതല യോഗത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നഗരസഭയുടെ രാത്രികാല പെട്രോളിംഗ് ഉണ്ടായിട്ടുണ്ട്. ആ പെട്രോളിംഗ് പുനരാരംഭിക്കാൻ, കാരണം ഈ മാലിന്യം തള്ളുന്നവരെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെട്രോളിംഗ് പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കനാലുകളിൽ ഫെൻസിംഗ് നടത്തി സംരക്ഷിക്കുന്നതിന് പുതിയ പ്രൊജക്ട് ഉണ്ടാക്കാനാണ് ഇപ്പോൾ സർക്കാർ ധാരണയായിരിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി തന്നെ ഈ കാര്യത്തിൽ നേരിട്ട് മേൽനോട്ടം വഹിക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. ശരി മേഘന, ഇന്നലെ രാത്രി വൈകിയാണ് ആ യോഗത്തിലെ തീരുമാനങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ മേഘന നൽകിയത്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതോടുകൂടി തന്നെ തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.